തിരുവോണ നാളിൽ അനന്ത്പൂരിലെ റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ് സ്റ്റേഡിയത്തിൽ മലയാളി താരം സഞ്ജു സാംസന്റെ ബാറ്റിംഗ് വെടിക്കെട്ട്. മികച്ച തുടക്കം. സെഞ്ചുറിയോ ആയി മാറ്റാനായില്ലെങ്കിലും 45 പന്തിൽ 3 ഫോറും 3 പടുകൂറ്റ സിക്സറുകളും സഹിതം സഞ്ജു അടിച്ചുകൂട്ടിയത് 40 റൺസ്. സഞ്ജുവിന്റെ സിക്സറുകളിലൊന്ന് ഗാലറിയുടെ മേൽക്കൂരയിലും 1 ഗാലറിക്ക് പുറത്തുമാണ് പതിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഓണം സ്പെഷ്യൽ എന്ന ക്യാപ്ഷൻ സഹിതം താരത്തിന്റെ IPL ടീമായ രാജസ്ഥാൻ റോയൽസ് എക്സിൽ പങ്കുവച്ചു. 488 റൺസ് കൂറ്റൻ വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഡിക്കായി 6-മനായിട്ടാണ് സഞ്ജു ബാറ്റിങ്ങിനെത്തിയത്. ടീം സ്കോർ 158 നിൽക്കെ 4-മനായി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പുറത്തായതോടെയാണ് സഞ്ജു ക്രീസിലെത്തുന്നത്. 5-ാം വിക്കറ്റിൽ റിക്കി ബുയ്ക്കൊപ്പം അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് തീർത്താണ് താരം പുറത്തായത്. 82 പന്തിൽ ഇരുവരും ചേർന്ന് അടിച്ചുകൂട്ടിയത് 62 റൺസ്. തനുഷ് കോട്യാനെതിരെ ക്രീസിന് പുറത്തേക്ക് ചാടിയിറങ്ങി ബൗണ്ടറി നേടിക്കൊണ്ടാണ് സഞ്ജു അക്കോട് തുറന്നത്. തൊട്ടടുത്ത ഓവറിൽ ഷാംസ് മുളാനിക്കെതിരെ പടുകൂര സിക്സുമായി സഞ്ജു നയം വ്യക്തമാക്കി. സ്പിന്നർമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട സഞ്ജു അടുത്ത ഓവറിൽ തനുഷ് കോട്യാനെതിരെ വീണ്ടും 6 നേടുകയുണ്ടായി. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ 24 പന്തിൽ 17 റൺസായിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം. തിരിച്ചെത്തിയ ശേഷം തനുഷ് കോട്യാനെതിരെ വീണ്ടും തുടർച്ചയായ പന്തുകളിൽ 4ഉം 6ഉം പിന്നാലെ പ്രസിദ്ധ് കൃഷ്ണയ്ക്കെതിരെ വീണ്ടും ബൗണ്ടറി നേടിയും സഞ്ജു 40-ലെത്തി. ഇതിനു പിന്നാലെ ഷാംസ് മുളാനിയുടെ പന്തിലാണ് സഞ്ജു പുറത്തായത്. മത്സരത്തിൽ ഇന്ത്യ ഡി പരാജയപ്പെട്ടിരുന്നു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.